ഹായ് ഫ്രണ്ട്സ്, എന്നാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ? ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ കുറേ ബുക്കുകളൊക്കെ വായിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയതും പിന്നെ ഒന്ന് രണ്ട് ബുക്കുകളിൽ നിന്നൊക്കെ അവർ എഴുതിയ കുറിപ്പിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളെ കാലഘട്ടം തൊട്ട് നെക്സ്റ്റ് ജനറേഷൻ തൊട്ട് നമ്മളുടെ ജീവിത കഥകൾ, അതായത് നമ്മൾ ജീവിച്ച കഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച സ്ഥലങ്ങൾ, നമ്മളെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവർ ജനിച്ച സ്ഥലങ്ങളും അവർ ജീവിച്ച കഥകളും ജീവിച്ച അനുഭവങ്ങളൊക്കെ നമ്മളൊരു പുസ്തകമാക്കി എഴുതണം എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ശരിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരുന്ന തലമുറയ്ക്കൊന്നും അവരുടെ അച്ഛൻ അമ്മ വിട്ടിട്ട് പിന്നെ അപ്പൂപ്പൻ അമ്മൂമ്മ അവരെ മാത്രം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി വരുന്നവർക്ക് ചിലപ്പോൾ അതും അറിയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും നമ്മൾ ബന്ധങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് പറയുന്നത് വെച്ചാൽ വേരുകൾ എന്നാണ് കേട്ടോ. ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് വേരുകൾ എന്നാണ് അതിൽ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വേരുകൾ എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ നമ്മൾ എവിടെയാണോ ജനിച്ചത്, നമ്മളെ മാതാപിതാക്കൾ ആരാണോ, അവരെ മാതാപിതാക്കൾ ആരാണോ, അപ്പൂപ്പനമ്മൂമ്മ ആരാണോ, അങ്ങനെ ജനറേഷൻ എങ്ങനെയാണ് കടന്നു വന്നത്, എങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചു വന്നത്, ആ കാലഘട്ടങ്ങളൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല, അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് ഏതാണ് നമ്മളെ തറവാട്, ഏതാണ് നമ്മളെ ജനിച്ച സ്ഥലങ്ങൾ, എന്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്, അതൊന്നും അറിയാനുള്ള താല്പര്യം അവരില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതൊക്കെ ഒരു ബുക്കാക്കി, ഒരു കുറിപ്പാക്കി നമ്മൾ എഴുതി വെക്കണമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലങ്ങൾ കഴിയും തോറും ഇപ്പോൾ നമ്മൾ ജീവിച്ച കാലഘട്ടമൊക്കെ ഒരു ചരിത്ര ബുക്കായി അവർക്ക് പഠിക്കാൻ വരുന്ന ഒരു കാലഘട്ടമൊക്കെ വരും. മനസ്സിലായോ? അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എല്ലാതും കമ്പ്യൂട്ടറും ഫോൺ യന്ത്രവൽകൃതമായിട്ട് മാറിയിരിക്കണം. മനുഷ്യന്മാരെ മാത്രം ആൾക്കാർ കാണാനുള്ള സമയം ആർക്കുമില്ല. അത്രയ്ക്കും ലോകം മുന്നോട്ട് പോയി സമയം വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോകുന്നത് തന്നെ നമുക്കറിയാറില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ആൾക്കാരെ കാണുന്നല്ലാതെ, എന്തെങ്കിലും ഫംഗ്ഷന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ആൾക്കാരെ കണ്ടുമുട്ടുന്നില്ല. കുട്ടികൾക്ക് അത് കണ്ടാലല്ലേ അത് ഇന്ന ആൾക്കാരാണ്, അത് ഇന്ന തലമുറയിൽപ്പെട്ടതാണ്, അത് ഇന്ന ഞങ്ങളെ ഒരു തലമുറയിൽപ്പെട്ട ആളാണെന്നൊക്കെ മനസ്സിലാക്കാനൊന്നും കുട്ടികൾക്കില്ല കേട്ടോ. അപ്പോൾ വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മളൊരു കാര്യങ്ങളും നമ്മളേതായ കുറിപ്പുകളും നമ്മുടെ ജീവിത ചരിത്രങ്ങളും അതൊക്കെ എഴുതി വെച്ചൊരു ബുക്ക് തയ്യാറാക്കണം. ഇനി വരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യും. ആദ്യമൊക്കെ എഴുത്തുകാരാണ് അങ്ങനെ ചെയ്തിരുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, അവരെ ജീവിതാനുഭവങ്ങളും അവർ ജീവിച്ചതും കാര്യങ്ങളും ഒക്കെ, അവരുടെ കുട്ടിക്കാലം, അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ എഴുത്തുകാരൻ എഴുതിയിരുന്നത്. പക്ഷെ ഇനി മുതൽ എല്ലാവരും ഇങ്ങനെ ഒരു കാര്യഘട്ടത്തിലേക്ക് കടക്കും. അങ്ങനെ കടക്കേണ്ട ഒരു സാഹചര്യം എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ, അങ്ങനെ ഇതേപോലെ നമ്മുടെ മരണക്കുറിപ്പ് അതൊക്കെ നമ്മൾ എഴുതണം എന്നാണ് കേട്ടോ പറയുന്നത്. മരണക്കുറിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ് ആ ആളെ കുറിച്ചിട്ട് എഴുതുള്ളൂ അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ സെലിബ്രിറ്റികളെ കുറിച്ചാണ് കൂടുതൽ എഴുതുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ് ആ വ്യക്തിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ എഴുതുക. അയാൾ ഇങ്ങനെയായിരുന്നു, ആ വ്യക്തി ഇങ്ങനെയായിരുന്നു, അയാളെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, എനിക്ക് അയാളെ ഇത്ര പരിചയം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്തത് അവരാണ് ആ വ്യക്തിനെ കുറിച്ച് എഴുതുക. പക്ഷെ സ്വയം നമ്മൾ എഴുതിയ ഒരു കുറിപ്പ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെക്കുറിച്ച് നമുക്ക് എഴുതി നമ്മളെ ശേഷമൊക്കെ അത് മറ്റൊരാളെടുത്ത് നോക്കിയിട്ട് അവർക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യം കാലഘട്ടങ്ങളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും എന്നാണ് ഓരോ പഠനങ്ങളും ഓരോന്നിലും ഞാൻ വായിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ, മനസ്സിലാക്കിയത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ തലമുറേനെ പരിചയപ്പെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക്